ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. വളരെ സന്തോഷമുള്ള ഒരു രാത്രികാലമാണത്. പ്രിയമുള്ളവരെ, ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചായിരിക്കാനായിട്ട് ദൈവം നൽകുന്ന അവസരത്തെ ഓർക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഇടയ്ക്കെങ്കിലും ഇങ്ങനെ പറയാറുണ്ട്, ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ആരാധന ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലായിടത്തും അത് നടക്കുമെന്ന് എനിക്ക് പിടുത്തമില്ല. എങ്കിലും തമ്പുരാൻ ഈ ഒരാഴ്ച വട്ടം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. 8 ദിവസങ്ങളാണ് ഈ കൂട്ടായ്മ പൂർണ്ണമാകുന്നത്. ഇതിൽ എനിക്ക് വരാൻ പറ്റും, എത്തും, കഴിയും എന്നൊക്കെ കഴിയാത്ത ഒരു സാഹചര്യം, വരാൻ കഴിയില്ല, എത്തില്ല എന്നൊക്കെ ചിന്തിച്ച സമയങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചമ്മ ചിലതൊക്കെ സൂചിപ്പിച്ചു. പക്ഷെ കൊച്ചമ്മ മനസ്സിലാക്കിയതിലോ ചിന്തിച്ചതിലോ ഒക്കെ അപ്പുറമായിരുന്നു പല കാര്യങ്ങളും. എങ്കിലും സർവശക്തനായ ദൈവം കണ്ടെത്തി അനുഗ്രഹിച്ചു. വഴിവാതിലുകൾ തുറന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വലിയ വിഭാഗമായി വന്ന പ്രശ്നങ്ങളൊക്കെ ദൈവം ഇങ്ങനെ മാറ്റി തരികയാണ്, ലഘൂകരിച്ച് തരികയാണ്. തടസ്സങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പലതരത്തിൽ ശോധനകളുണ്ടാകും. ഞാൻ ഇന്നലെയും ആവർത്തിച്ചു, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നതിനുള്ള മുഖാന്തരമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ അവിടെ വിടുതലുണ്ട്. ഹല്ലേലൂയ. ഉറപ്പാണത്, വ്യക്തമാണത്. ദൈവത്തിന്റെ സാന്നിധ്യം, കർത്താവിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ 100% അവിടെ ഒരു വിടുതലുണ്ട്. പക്ഷെ അത് നടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പിശാച് നമുക്ക് എന്ത് ചെയ്യും? തടസ്സങ്ങൾ കൊണ്ടുവരും. നമ്മെ പലതരത്തിൽ ഞെരുക്കം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അതിനെ തരണം ചെയ്ത് കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ, കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ, തമ്പുരാൻ നൽകുന്ന ഒരു അനുഗ്രഹം, ഹല്ലേലൂയ, അത് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ ദിവസം തൊട്ട് നമ്മൾ കേട്ടത് ജീവിതത്തിലേക്ക് കടന്നു വന്ന പാപത്തെക്കുറിച്ചാണ്. എങ്കിലും ദൈവം എല്ലാ നാളിലും മനുഷ്യരെ തള്ളിക്കളയാതെ വിശുദ്ധീകരിക്കുവാനും അവരെ വീണ്ടെടുക്കുവാനുമുള്ള പദ്ധതികൾ അതത് കാലം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയെങ്കിൽ പാപത്തിൽ തലയിട്ട പാമ്പിനെ, പിശാചിനെ, അവന്റെ തലയെ സ്ത്രീയുടെ സന്തതി തകർക്കുമെന്ന് പരിശുദ്ധ വചനത്തിൽ നാം ഉൽപ്പത്തിയിൽ പഠിച്ചു. വ്യക്തമായി അത് നിറവേറപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു പിശാചിന്റെ സകല ശക്തിയെയും അവന്റെ സകല തന്ത്രങ്ങളെയും കാൽവരി കുരിശിൽ പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷയുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ വിശ്വസിക്കുന്നവന് ശുദ്ധീകരണമുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ ഏറ്റെടുക്കുന്നവന് വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്നലെ മുതൽ നാം വീണ്ടും കേട്ട ശരീരത്തിന്റെ ചില അശുദ്ധിയുടെ അനുഭവങ്ങളൊക്കെ കേട്ടു. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടെ വേഗത്തിൽ പറഞ്ഞ് കർത്താവ് നൽകുന്ന വീണ്ടെടുപ്പിനെ കൂടെ ഓർമ്മിപ്പിച്ച് ഈ ഒരു അശുദ്ധീകരണ കൂട്ടായ്മയുടെ അവസാന അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പറയാനായിട്ട് ഒത്തിരി ഉണ്ട്. എല്ലാം നമുക്ക് പറയാനും ധ്യാനിക്കുവാനുള്ള സമയം നമുക്കില്ല. എന്നാൽ ലഭിച്ചിരിക്കുന്ന സമയത്തെ പ്രാർത്ഥനാപൂർവം ഉപയോഗിക്കാം. ചെറിയ മഴയുടെ ഒരു സംഭവമൊക്കെ നമ്മൾ കേട്ട്, പേടിക്കേണ്ട, അത് അനുഗ്രഹമാരിയാണ്, നന്മയാണ്. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും. തുടർന്ന് വെള്ളം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കം വന്ന് തുടങ്ങിയോ? കഴിവും പോണോ? വെള്ളം വേണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വെള്ളം വേണോ ഞാൻ ചോദിച്ചില്ല, ഇപ്പൊ ചോദിക്കുക. വെള്ളം വേണോ? വചനം ധ്യാനിക്കാമല്ലോ. തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് നാവിന്റെ അശുദ്ധിയെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? നാവ് ചെറിയ അവയവമാണ്, പക്ഷെ വലിയ കാടിനെ കത്തിക്കുന്നതിനുള്ള ചെറിയ തീ പോലെ ഭയങ്കര പ്രശ്നമുള്ള സാധനമാണത് നാവ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടെ കഴിഞ്ഞാണിട്ട് ഉപയോഗിക്കണം. ഹല്ലേലൂയ. നാവ് കൊണ്ട് മാത്രമാണ് നമ്മൾ പാപം ചെയ്യുന്നത് അല്ല, ശരീരത്തിന്റെ എല്ലാ ജഡം പാപമയമാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് പഞ്ചേന്ദ്രിയങ്ങളിൽ പാപം കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന അനുഭവങ്ങളാണ്. ആദിമാതാപിതാക്കളുടെ ജീവിതത്തിൽ പാപം കടന്നു വന്നു. പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെ ഒന്ന് വേഗം പറഞ്ഞേ. കണ്ണ്, നാക്ക്, മൂക്ക്, തൊക്ക്, ചെവി. ഓക്കെ, ഇതെല്ലാം സംയോജിച്ചുകൊണ്ടാണ് ആദ്യത്തെ പാപവും നടന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. പാമ്പ് വന്നു, ഹവ്വായോട് ചോദിച്ചു, എന്താ തിന്നരുതെന്ന് എന്തെങ്കിലും ദൈവം നിങ്ങളുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ എന്തൊക്കെ കേട്ടിട്ട് മറുപടി കൊടുക്കുകയാണ്. തിന്നാൽ മരിക്കുമെന്ന് പറഞ്ഞു, അല്ലേ? തിന്നാൽ മരിക്കുമെന്ന് പറഞ്ഞു. ശേഷം പാമ്പ് പറയാൻ മരിക്കില്ല. അവൾ പറയുന്നത് എന്താണ്?
ഈ വൃക്ഷത്തിന്റെ ഫലം എന്താണ് അവിടെ പറയുന്നുണ്ട്? മൂന്നാമത്തെ അധ്യായം 3-ാം വാക്യം. ഞങ്ങൾക്ക് എല്ലാ വൃക്ഷഫലവും തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തൊടുകയും അരുത്. കണ്ടോ? കണ്ടോ? തൊടുന്നത് എന്തുകൊണ്ടാണ്? തൊടുമ്പോൾ സ്പർശനം അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ത്വക്ക്. തിന്നുന്നത് രുചി അറിയുന്നതിനുള്ള അവയവം നാവ്. അതിന് വേറെ ഒരു ഉപയോഗമുണ്ടല്ലോ, പറയുക, സംസാരിക്കുക. ഓക്കെ, മനസ്സിലാവുന്ന പഞ്ചേന്ദ്രിയങ്ങൾ ആദ്യ ഭാഗത്തിൽ എങ്ങനെയൊക്കെ ഇൻവോൾവ് ആയെന്ന്, സ്വാധീനമുണ്ടായെന്ന്. ശേഷം എന്താണ് പറഞ്ഞത്? വൃക്ഷത്തിന്റെ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. കണ്ണ് തുറക്കുകയും എന്തിനെയൊക്കെ അറിയും? നന്മയെയും തിന്മയെയും അറിയുന്നവരായിട്ട് തീരും. ഹല്ലേലൂയ. ഇത് തിന്ന സമയം ശരിക്കും സംഭവിച്ചത് അവരുടെ കണ്ണ് തുറക്കുക തന്നെയായിരുന്നു. കണ്ണ് തുറന്നിട്ട് അവർ ആദ്യം തിരിച്ചറിഞ്ഞത് എന്താണ്? തങ്ങൾ നഗ്നരാണ്. ഹല്ലേലൂയ, നഗ്നരാണ്. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നഷ്ടപ്പെട്ട ഉടുപ്പ് ദൈവ തേജസ്സിന്റെ ആവരണം വ്യക്തമായി പറയുന്നു. വെളിപാട് പുസ്തകത്തിൽ തമ്പുരാൻ അത് തിരികെ നൽകും. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം വായിച്ചിട്ടുണ്ടോ? വെളിപാട് പുസ്തകം വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് ഉടുപ്പ് മടക്കി നൽകുന്ന അനുഭവത്തെ കുറിച്ച്. ഉടുപ്പിനെ മടക്കി നൽകുന്ന, ഉടുപ്പ് വിലയ്ക്ക് വാങ്ങേണ്ടുന്ന അനുഭവത്തെ കുറിച്ച് വെളിപാട് പുസ്തകത്തില് ഭംഗിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ട സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് മടങ്ങി വരുവാനുള്ള സാധ്യത തമ്പുരാൻ നൽകുന്നു. അതിന് വേണ്ടത് കർത്താവ് ഒരുക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവരുടെ കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. ദൈവ തേജസ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. ദൈവ തേജസ് നഷ്ടപ്പെട്ട ഇടത്ത്, ദൈവം അവർക്ക് ആവരണമായിരുന്ന ഇടത്ത് അത് നഷ്ടപ്പെട്ടപ്പോൾ തീർച്ചയായും അവർ ഇരുട്ടിന്റെ പിടിയിലാകുന്നു, തിന്മയുടെ പിടിയിലാകുന്നു. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3:5 വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ കണ്ണ് തുറന്നത് പാപത്തിലായതും വ്യക്തമായി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ കണ്ണ് നമുക്ക് എങ്ങനെ ദോഷമായി തീരുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറെ ആവശ്യം. എല്ലാ അവയവങ്ങളെ കുറിച്ചും ധ്യാനിക്കുവാൻ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ അനുഭവങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ടുള്ള അവസരം തമ്പുരാൻ ഒരുക്കുക. നമുക്കത് പ്രയോജനപ്പെടുത്താം. ഞാൻ ഇപ്പോൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്പം കണ്ണിനെ കുറിച്ചും ഹൃദയത്തെ കുറിച്ചും ശേഷം വീണ്ടെടുപ്പിന്റെ അനുഭവത്തെ കുറിച്ചുമാണ്. അപ്പൊ അത് ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നലെ നാവിനെ കുറിച്ച് പ്രധാന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ കണ്ണ് എങ്ങനെ ദോഷമായിട്ട് തീരുന്നു? സദൃശവാക്യം 4:25 വാക്യം. സദൃശവാക്യം 4-ാം അധ്യായം, സദൃശവാക്യങ്ങൾ 4:25 വാക്യം എന്താണ് പഠിപ്പിക്കുന്നത്? നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വേ മുമ്പോട്ട് മെരിക്കട്ടെ, നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണെന്ത് ചെയ്യണം? നേരെ നോക്കട്ടെ, അല്ലെ? നിന്റെ കണ്ണിമ ചൊവ്വേ മുമ്പോട്ട് മെരിക്കട്ടെ, അല്ലെ? കണ്ണ് പാപത്തിന് ദോഷമാകുവാൻ തക്കവണ്ണം അതിനെ അനുവദിക്കരുത് എന്ന് വചനം പഠിപ്പിക്കുന്നു. വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. സദൃശവാക്യം 6:17 വാക്യം. സദൃശവാക്യം 6:17 വാക്യം. 6 കാര്യങ്ങൾ കർത്താവിന് വെറുപ്പ് എന്ന് ഇന്നലെ നമ്മൾ വായിച്ച ഓർമ്മയുണ്ടോ? തമ്പുരാന് വെറുപ്പ്. ഇന്നലെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, അവിടുന്ന് പാപത്തെ വെറുപ്പ്
സംസാരിക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ദൈവം വെറുക്കുന്ന ഒരു പാപം എന്താണെന്ന് അറിയാമോ? ഗർവമുള്ള കണ്ണ്. ഹല്ലേലൂയ. ഗർവമുള്ള കണ്ണ്, അഹങ്കാരമുള്ള കണ്ണ് തമ്പുരാൻ ഇഷ്ടമില്ല, വെറുപ്പാണ്, അത് പാപമാണ്. അപ്പൊ കണ്ണിലും എന്ത് വേണം? വിനയം വേണം. ഹല്ലേലൂയ. നമ്മുടെ നോട്ടങ്ങള്, അല്ലെ, നമ്മുടെ കണ്ണുകള് കണ്ണുകൊണ്ട് സംസാരിക്കുന്ന, അല്ലെ, ചില നമ്മുടെ ദേശത്തിലെ ഒത്തിരി കഥകളി കാര്യങ്ങളൊക്കെ കണ്ണിന്റെ ചലനവും കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെ. കൈകാലുകളിലെ മുദ്രകളും ചലനങ്ങളും പോലെ തന്നെ കണ്ണിന്റെ നോട്ടവും അതിന്റെ ചലനങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, കണ്ണ് അത് ഗർവമുള്ളതായിരിക്കരുത് എന്ന് വ്യക്തമായി വചനം പഠിപ്പിക്കുന്നു. 6:25 വരാം. 6:25 23 മുതൽ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ ദൈവത്തിന്റെ കൽപ്പന രക്ഷിക്കും. ദൈവത്തിന്റെ കൽപ്പന രക്ഷിക്കും. ശേഷം 25-ാം വാക്യം, അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്, അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത്. വേശ്യാസ്ത്രീ നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും. വ്യഭിചാരിണി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു. ഒരു മനുഷ്യന് തന്റെ വസ്ത്രം വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തന് കാൽ കൊള്ളാതെ തീക്കനലിൽ മേൽ നടക്കാമോ? കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ, അവളെ തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതിരിക്കുകയില്ല. മനസ്സിലായിക്കൊള്ളാം. പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ വീണു പോകരുത്, അവരുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അടുത്ത് പറയുന്നത് എന്താണ്? കണ്ണിമ കൊണ്ട് അവൾ നിന്നെ വശീകരിക്കാൻ നീ നിന്ന് കൊടുക്കരുത്. ഹല്ലേലൂയ. കണ്ണിമ കൊണ്ട് വശീകരിക്കുവാനായിട്ട് എന്ത് ചെയ്യരുത്? നിന്ന് കൊടുക്കരുത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വീണ്ടും മടങ്ങി പോകാം. യോസേഫിന്റെ ജീവിതം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ഇപ്പോൾ യോസേഫ് പോത്തിഫർ എന്ന വ്യക്തിയുടെ ഭവനത്തിലാണ്. അവിടെ അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം ചെയ്തതുകൊണ്ട് ദൈവം യോസേഫ് എന്ന ആ വ്യക്തിയോട് കൂടെ ഇരുന്നത് കൊണ്ട് ദൈവം പോത്തിഫറിനെയും അവന്റെ വീടിനെയും അനുഗ്രഹിച്ചു. എന്നാൽ 7-ാമത്തെ വാക്യം, യോസേഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നത് കൊണ്ട് യജമാനന്റെ ഭാര്യ യോസേഫിന്മേൽ കണ്ണ് പതിച്ചു. കണ്ടോ? കണ്ണ് പതിച്ചു. അവൾ അവനെ നോട്ടം വച്ചു. മനസ്സിലാക്കിക്കൊള്ളണം. ആ ചെറുപ്പക്കാരനെ വശീകരിച്ച് തെറ്റിച്ചു കളയുവാൻ, പാപത്തിൽ വീഴ്ത്തിക്കളയുവാൻ അവൻ ചെയ്തു, നോട്ടം വച്ചു. മനസ്സിലാക്കിക്കൊള്ളണം. അതിനും സദൃശവാക്യത്തിൽ എന്താണ് പറഞ്ഞത്? പരസ്ത്രീയുടെ ആ നോട്ടം അതില് വീണുപോകരുത് എന്നാണ്. അവളുടെ കണ്ണിമ കൊണ്ടുള്ള നോട്ടത്തില് വീണുപോകരുത് എന്നാണ്. യോസേഫ് ദൈവത്തോട് ചേർന്നവനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനും ദൈവകൽപ്പന അനുസരിക്കുന്നവനും തന്റെ ജീവിതം കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ തക്കവണ്ണം തന്നെത്താൻ സൂക്ഷിച്ചതും കൊണ്ട് അവൾ നോട്ടമിട്ട് തന്നെ വശീകരിക്കുവാൻ ശ്രമിച്ച് അവന്റെ അടുക്കലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? അവന്റെ മേലുടുപ്പും വിട്ടേച്ച് അവൻ ഓടിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതായിരിക്കണം ഒരു ദൈവ പൈതൽ. ഇതായിരിക്കണം ഒരു ദൈവ പൈതൽ. ആരും കാണുന്നില്ല, ഈ മറവിൽ ആരുമില്ലാത്ത നേരം ബോധിച്ചതുപോലെ ഒക്കെ ചെയ്യാം. അതിനുള്ള സാഹചര്യവും അതിനുള്ള മനസ്സും അതിനുള്ള ക്ഷണവും മുമ്പിൽ ഉണ്ടായപ്പോൾ ആരും കാണുന്നില്ല എന്ന് ചിന്തിച്ച് ആ തെറ്റിൽ വീഴാതെ സർവശക്തനായ ദൈവം, സകലത്തെയും അറിയുന്ന ദൈവം, സകലരെയും സകലത്തെയും കാണുന്ന ദൈവം, തന്നെയും തന്റെ പ്രവൃത്തിയെയും വ്യക്തമായി കാണുന്ന
നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങളായി തീരുന്നു. ശേഷം അതിലേക്ക് അവൾ വഴുതി വീണ് അവൾ പാപം ചെയ്യുന്നു. ഒരുപക്ഷെ ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അത് പാപമായി തീരും, ശാപമായി തീരും. അത് പിന്നെ ജീവിതത്തിൽ എപ്പോഴും അകൃത്യമായി നിലനിൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് കണ്ണിനെ സൂക്ഷിച്ചോളണം. കണ്ണിന് വ്യക്തമായിട്ട് രക്തം കൊണ്ട്, കർത്താവിന്റെ രക്തം കൊണ്ട് മുദ്രണം ചെയ്ത് പ്രാർത്ഥിക്കണം. കണ്ണിനെ, നമ്മുടെ ഓരോ അവയവത്തെ, നാവിനെ, കണ്ണിനെ, നമ്മുടെ തൊക്കിനെ, നമ്മുടെ കാതിനെ, മനസ്സിലാവുണ്ടോ, നമ്മുടെ മൂക്കിനെ, ഇതൊക്കെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളെയും ശരീരത്തെ യേശുവിൻ രക്തം കൊണ്ട് മുദ്രണം ചെയ്തപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ജഡത്തിൽ വസിക്കുന്നവരാണ്. ജഡമാണ്. ജഡത്തിന്റെ പ്രവൃത്തിക്കായി ആഗ്രഹിക്കും. എന്നാൽ അകത്ത മനുഷ്യൻ ആത്മാവിന്റെ ആ പ്രവൃത്തി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ജഡത്തെ ജയിച്ച്, അല്ലെ, ഈ ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിച്ച് അതിനെ ജയിച്ച് ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യണം. ഹല്ലേലൂയ. അതിന് ദൈവാശ്രയം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. പ്രാർത്ഥനയുള്ള ജീവിതമുള്ളവർക്കേ കഴിയുകയുള്ളൂ. വചനം പഠിച്ചവർക്ക്, വചനം ധ്യാനിക്കുന്നവർക്ക്, വചനത്തിലൂടെ കർത്താവിന്റെ ഇഷ്ടം അറിഞ്ഞവർക്കേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിൽ കണ്ണുകൊണ്ട് വശീകരിക്കുന്ന, കണ്ണിമ കൊണ്ട് വശീകരിക്കുന്ന ഇടങ്ങളിൽ നിന്നു കൊടുക്കരുത്. നാം ധ്യാനിച്ച ഒരു ഭാഗമാണ് മുന്നിലുള്ള ഒരു ആരാധനയിൽ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാമത്തെ അധ്യായം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം. യേഹൂ ഇസ്രായേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽക്കൽ കൂടി നോക്കി. ഓർമ്മയുള്ള ഈ ഭാഗം നമ്മളൊരു സമയത്തിന്റെ ആരാധനയിൽ കഴിഞ്ഞ ലാസ്റ്റ് സൺഡേ നമ്മൾ ധ്യാനിച്ചതാണ്. പള്ളിയത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പള്ളിയിൽ പോയി. എനിക്കിപ്പോ ഭയങ്കര മറവിയാണ്. മാങ്കുളം നമ്മുടെ സുവിശേഷത്തിന്റെ പള്ളി, മാങ്കുളം പള്ളിയിൽ നമ്മൾ ധ്യാനിച്ചതാണ്, നമ്മൾ കേട്ടതാണ് അല്ലേ. ഈ ഇസബേൽ ആരാണെന്ന് അറിയാലോ? ആഹാബിന്റെ ഭാര്യ, അന്യദേശക്കാരത്തി. അവൾ ഇങ്ങനെ ഈ രാജാവിന്റെ ഭാര്യ ഇസ്രായേലിലേക്ക് വരുന്നു, ബാലിന്റെ വിഗ്രഹങ്ങളെ, അശേര പ്രതിഷ്ഠകളെ കൊണ്ടുവരുന്നു, പാപം ചെയ്യുന്നു, പാപം ചെയ്യാൻ ജനത്തെ ഉത്സാഹിപ്പിക്കുന്നു അല്ലെ. ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധി മ്ലേച്ഛത പ്രവർത്തിച്ചവളാണ്. അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ വിധവയാണ്, രാജ്ഞിയാണ്, പക്ഷെ വിധവയാണ്. മകനാണ് ഇപ്പോൾ രാജാവ്. എന്നാൽ ദൈവത്തിന്റെ കൃപ യേഹൂ എന്ന വ്യക്തിയുടെ മേൽ വന്ന് അവൻ എലീശായുടെ ഭൃത്യനായി അല്ലെങ്കിൽ ശിഷ്യനാൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നു. യേഹൂ ഇസബേലിന്റെ മകനെ കൊല്ലുന്നു, അമ്പയിട്ട് കൊല്ലുന്നു. ശേഷം ഈ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഈ മകൻ നഷ്ടപ്പെട്ടവൾ, ഭർത്താവിനെ നഷ്ടപ്പെട്ടവൾ ചെയ്തതെന്നാണ്. അതൊന്നും ശ്രദ്ധിക്കാതെ, ഒരു കൂസലുമില്ലാതെ കണ്ണെല്ലാം എഴുതി, വ്യക്തമായിട്ട് പറയുന്നത് കണ്ടോ, കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കി, എന്നിട്ട് എന്ത് ചെയ്തു? കിളിവാതിൽക്കൽ കൂടെ നോക്കിക്കൊണ്ടിരുന്നു. പ്രിയ മക്കളെ, സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഇസബേൽമാർ, അതാണോ പെണ്ണായിക്കോട്ടെ, നോക്കിക്കൊണ്ടേയിരിക്കും. ആരെ വീഴ്ത്താൻ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. വീഴരുത്. കണ്ണിനെ സൂക്ഷിക്കുക. കണ്ണടച്ചോ, നോക്കാതിരിക്കുക, മാറി നടക്കുക. അതിനെ നോക്കരുത്, ശ്രദ്ധിക്കരുത്, പാപം ചെയ്യരുത്. ഹവ്വ പഴത്തെ നോക്കി തിന്നാനുള്ള കണ്ടാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ മനസ്സിലാവുന്ന അറിവ് പ്രാപിക്കാൻ കൊള്ളാം എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പറിച്ചെടുത്ത് കഴിച്ചത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കരുത്. ഇസബേൽ എന്ന അശുദ്ധ ശക്തി, ദുഷ്ടശക്തി, അത് മനുഷ്യ സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ നമ്മെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ദൈവമൈതന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. വീണ് കൊടുക്കരുത്. ജയിക്കണം. ഹല്ലേലൂയ. എങ്ങനെ ജയിക്കാൻ പറ്റുള്ളൂ? യേശുവിന്റെ രക്തത്തെ പ്രതിയെ ജയിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് അനാവശ്യ പ്രലോഭനങ്ങളെ നേരിടാൻ നാം മനസ്സിലാക്കണം, പഠിക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ ശക്തി പ്രാപിക്കണം. വചനം വായിച്ച ദൈവ പൈതലാണെന്ന ബോധ്യത്തിൽ നടക്കണം. ആവശ്യമില്ലാത്ത പ്രലോഭനമുള്ള നോട്ടങ്ങളിൽ വീണു പോകരുത്, നോക്കി നിൽക്കരുത്. അത് അപകടം, ദുരന്തം, നാശത്തിലേക്കായിരിക്കും. അതുകൊണ്ട് അതിനെ വിട്ടൊഴിഞ്ഞ് ജീവിക്കണം. യേഹൂ വന്നു, ഇപ്പോൾ നിൽക്കുന്നത് കണ്ടു. അധിക സമയമൊന്നും നോക്കി നിന്നില്ല.
ചോദിച്ചു, എന്റെ പക്ഷം താഴെണ്ണടാ. മുകളിൽ 2 ഷണ്ണന്മാർ വന്നു, അവരോട് പറഞ്ഞു താഴോട്ട് തള്ളിയത്. ഇവിടെ കാലെ വാരി താഴെ തള്ളിയിടുന്നു. വന്നു വീണ് അവൾ മരിക്കുന്നവളുടെ ചോര മതിലിന്മേലും ഈ യേഹൂ സഞ്ചരിച്ചു വന്ന കുതിരയുടെ മേലും ഇങ്ങനെ കോരി വെടിക്കുന്നത് പോലെ അല്ലെ പടരുകയാണ്, അല്ലെങ്കിൽ തെറിക്കുകയാണ്. ശേഷം ഇസബേലിനെ പട്ടികളാണ് അടിച്ചു നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ അത്തരത്തിൽ ദോഷം നിരൂപിച്ച് മനുഷ്യരെ അല്ലെങ്കിൽ ദൈവ പൈതലിനെ തള്ളി ഇടുവാനായിട്ട് പോകുന്ന നോട്ടങ്ങളുടെ അന്ത്യം ഇങ്ങനെയായിരിക്കും. വീണു പോകരുത്. നമ്മള് വിശ്വാസത്തോടെ കർത്താവിൽ ആശ്രയിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് പഠിക്കണം. ഹല്ലേലൂയ. ഈ നോട്ടങ്ങൾ വ്യക്തിപരമായി നേർക്കുനേരെ ഉണ്ടാകണമെന്ന് മാത്രമില്ല. നമ്മുടെ കരങ്ങളിലെല്ലാം സ്മാർട്ട് ഫോൺ ഉണ്ട്. എല്ലാ ഇടങ്ങളിലും ഇതിന്ന് സ്മാർട്ട് ഫോൺ സജീവമാണ്. നെറ്റ് സൗകര്യം സജീവമാണ്. ഒത്തിരി സോഷ്യൽ മീഡിയകളും ഗൂഗിൾ പോലുള്ള മറ്റൊത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും സജീവമാണ്. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിൽ പോലും ചിന്തിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ എന്ത് കാണുന്നു ആരും അറിയുന്നില്ല. പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന മക്കൾ അതിനെ പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ഉപയോഗിക്കണം. അശ്ലീലങ്ങൾ കാണരുത്. അത് ദൈവ പൈതലിന് അനുവദനീയം അല്ല. ഹല്ലേലൂയ. അനാവശ്യമായിട്ടുള്ള അശ്ലീലങ്ങൾ കണ്ട് രസിക്കരുത്. രസിച്ച് പാപം ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? വ്യക്തമായിട്ട് പറയുക, അതാ ദൈവ പൈതലിന് അനുവദനീയമല്ല. അതിന്റെ പാപത്തിലേക്ക് നയിക്കുള്ളൂ. നീ ആർജിച്ചെടുത്ത ദൈവശക്തി നിന്നിൽ നിന്ന് നഷ്ടമാക്കും. നീ ആർജിച്ചെടുത്ത ദൈവത്തിന്റെ അഭിഷേകത്തെ നിന്നിൽ നിന്ന് നഷ്ടമാക്കും. നീ പാപത്തിലോട്ട് സഞ്ചരിക്കും. കുഴപ്പമില്ല എന്ന് തോന്നി നീ അവരെ അഡിക്റ്റായി പോകും. അത് മദ്യപാനത്തെക്കാൾ ലഹരി ഉപയോഗത്തെക്കാൾ അപ്പുറമുള്ള വളരെയധികം ദുരന്തം നിലയ്ക്കുന്ന ജീവിതത്തെ തുലച്ചു കളയുന്ന പാപമായി ഒരു അഡിക്ഷനായിട്ട് തീരും. അങ്ങനെ പോകരുത്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അശ്ലീല അനുഭവങ്ങൾ കാണുവാനും അറിയുവാനും തുടുക്കം കാട്ടുന്ന ലോകമാണിത്. അതുകൊണ്ട് ദൈവ പൈതലെ നിന്റെ കണ്ണിനെ സൂക്ഷിച്ചോളണം. കണ്ണിനെ യേശുവിന്റെ രക്തം കൊണ്ട് പ്രാർത്ഥിച്ച് മുദ്രണം ചെയ്തോളണം. ഹല്ലേലൂയ. പറയുന്നതൊന്നും തോന്നരുത്. മനസ്സിലാക്കണം. നിങ്ങള് വിശുദ്ധിയോടെ ജീവിതത്തെ നയിക്കണം. അശുദ്ധി എന്തുകൊണ്ട് കടന്നു വരുന്നു? കാണാൻ പാടില്ലാത്തത് കണ്ണ്. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ കൃപ, ദൈവവചനത്തിന്റെ ശക്തി, പ്രാർത്ഥിച്ചു നേടിയ അഭിഷേകം നമ്മൾ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിന് ഇടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിശാച് കടന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിശാച് ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എഴുന്നേറ്റം ഉണ്ടാകത്തില്ല, ഉയർച്ച ഉണ്ടാകത്തില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഒരു പിടുത്തവും കാണില്ല. പക്ഷെ ഇതൊക്കെയാണ് കാരണം. ഉയർച്ചയില്ലാത്തതിന് കാരണം ദൈവം അനുവദിക്കാത്തത് കണ്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കണോ? ദൈവം അനുവദിക്കാത്തത്, ദൈവ പൈതൽ അനുവദിക്കാത്തത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ പിശാചിന് ഇടം കൊടുക്കുകയാണ്. പിശാചിന് ഇടം കൊടുക്കും. പിശാചിന് വസിച്ച് അവൻ നിന്നെ രസകരമായിട്ട് അതിന്റെ മുമ്പിലോട്ട് നയിച്ചുകൊണ്ടിരിക്കും. കാരണം നീ അത് കണ്ട് അഡിക്റ്റായിട്ട് നീ അതിൽ ബന്ധിക്കപ്പെട്ട് താമസിക്കപ്പെടണമെന്നാണ് അവന്റെ ആഗ്രഹം. അതിൽ നിന്ന് കരയേറെ വരണമെന്നാണ് അവന്റെ ആഗ്രഹം. അതുകൊണ്ട് പിശാച് അതിനു വേണ്ട സാധനം എല്ലാം ഒരുക്കി കൊടുക്കും. ഉദാഹരണം, നമ്മുടെ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ കടന്നു വരുന്ന അനാവശ്യ പരസ്യങ്ങൾ പലതും ഇത്തരത്തിലുള്ള കാഴ്ചകളിലേക്ക് നമ്മെ നയിക്കുവാനോ കാണുവാനോ നോക്കുവാനോ സെർച്ച് ചെയ്യുവാനോ നമ്മെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നതാണ്, പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, ഇത്തരം പാപങ്ങളെ വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാനായിട്ട് കഴിയണം. ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒരു കുടുംബ ജീവിതമുണ്ട്, അല്ലെങ്കിൽ ദൈവം ഒരുക്കുവാൻ പോകുന്ന ഒരു ഭാവി ജീവിതമുണ്ട്. അതിൽ ദൈവം തരുന്ന ഒരു ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്. ഈ ലോകത്തിൽ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ, അവന്റെ ശരീരത്തിൽ എന്തൊക്കെ ഏതൊക്കെ വിധം അവന് ദൈവകൃപയാൽ നൽകിയിരിക്കുന്ന അനുഭവങ്ങളുണ്ടോ അതൊക്കെ നേടുവാൻ ദൈവം വിശുദ്ധീകരിച്ച് നൽകുന്ന ഒരു കുടുംബ ജീവിതം. അതിലൂടെ മതി. അതിനപ്പുറം നീ കണ്ട് നിന്റെ കണ്ണുകൊണ്ട് നീ പ്രലോഭിപ്പിക്കപ്പെട്ട് വശീകരിക്കുന്ന കണ്ണുകളുടെ നോട്ടത്തിൽ വീണ് കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ട് ക്ലിപ്പുകൾ കണ്ട് നീ പാപത്തിൽ വീഴരുത്. ശക്തമായി ഇത് കേൾക്കുന്നവർ ശക്തമായി ദൈവാത്മാവ്
ചോര കൊണ്ട് തന്നെ കഴുകുന്ന വിശദീകരിക്കുന്ന പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവ് ഇടപെടട്ടെ, നിന്നോട് ക്ഷമിക്കും, നിന്നോട് പൊറുക്കും. ഇനിമേൽ ആ പ്രവൃത്തി നിന്നെ കടന്നു വരാതെന്ന് കർത്താവ് നിന്റെ രക്തം കൊണ്ട് നിന്നെ മുദ്രണം ചെയ്യും. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തമ്പുരാനെ അതെന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്താന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ബുദ്ധി കൊണ്ട് ശ്രമിച്ചാൽ പരാജയപ്പെടും, ബുദ്ധി കൊണ്ട് ശ്രമിച്ചാൽ നീ പരാജയപ്പെടും. ദൈവത്തോട് പ്രാർത്ഥിക്കുക. കൃപ ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനായി, ബലഹീനതയുള്ള മനുഷ്യനായി തന്നെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് പിശാച് നിന്നെ തകർത്ത് കളയുക, നിന്നെ കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ്, ലോകമാണ്, പ്രലോഭനമാണ്. അത് സുന്ദരിയായ സ്ത്രീയായി, സുന്ദരനായ പുരുഷനായി, വിവിധ വീഡിയോകളായി നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ പറയാൻ പഠിക്കണം, വേണ്ടാന്ന് പറയാൻ പഠിക്കണം. ഹല്ലേലൂയ. യോസേഫിനെ പോലെ വിശുദ്ധിയുള്ള ജീവിതം നമുക്ക് ഉണ്ടാകണം. കണ്ണുകൊണ്ട് പാപം ചെയ്യരുത്. യൗവന മക്കളെ ശ്രദ്ധിച്ചോളണം. നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കണ്ണ് പാപത്തിന് ഹേതുവാകുന്നുവെങ്കിൽ കർത്താവ് പറയുന്നത് എന്താണ്? അതിനെ ചൂടുക. കണ്ണ്, രണ്ട് കണ്ണും കൊണ്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായിട്ട് ജീവനിൽ കിടക്കുന്നതാണ് നിനക്ക് നല്ലത്. അതുകൊണ്ട് കണ്ണിനെ ശ്രദ്ധിക്കണം. നാവിനേക്കാൾ അപ്പുറം നമ്മെ തീർച്ചയായുള്ളതാണ് കണ്ണ്. മനസ്സിലാക്കിക്കോണം. നാവ് നമ്മൾ ഇന്നലെ പഠിച്ചു. നാവ് നമ്മെ നശിപ്പിക്കുവാനായിട്ട് അത് പാപത്തിലേക്ക് നയിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് ഇന്നലെ പഠിച്ചു. അതിനേക്കാൾ നമ്മെ പാപത്തിന്റെ ചെളിയിൽ തള്ളിയിടുന്നതാണ് കണ്ണ്. കണ്ണ് പരസ്യങ്ങൾ കാണുമ്പോൾ പല ഷോപ്പുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കൾ കാണുമ്പോൾ, വസ്ത്രങ്ങൾ കാണുമ്പോൾ നമുക്കറിയാതെ മോഹം ജനിപ്പിക്കുകയാണ്. അത് വേണമെന്നുള്ള ചിന്ത. പ്രിയമുള്ളവരെ, കണ്ണിനെ ശ്രദ്ധിക്കുക, കണ്ണിനെ സൂക്ഷിക്കുക. പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ നൽകുക. തമ്പുരാൻ നൽകിയ ആ അവയവം കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നടക്കുന്ന വഴികളിലൊക്കെ, ചെല്ലുന്ന യാത്രകളിലൊക്കെ, സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ, കാണുന്ന വ്യക്തികളിലൊക്കെ, ബന്ധപ്പെടുന്ന ബന്ധങ്ങളിലൊക്കെ കണ്ണുകൊണ്ട് മോഹം ജനിച്ച് പാപം ചെയ്യാതിരിക്കാൻ വിശുദ്ധിയിൽ അധിവസിക്കുന്ന തമ്പുരാൻ നമ്മെ ഈ വിശുദ്ധിയോടെ കാക്കേണ്ടതിന് പ്രാർത്ഥിച്ച് കൃപ ചോദിക്കുക. തമ്പുരാൻ തരും. ഒരു പക്ഷേ അത്തരത്തിലുള്ള ദോഷം നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ പ്രാർത്ഥിച്ച് ഇന്ന് തന്നെ ഉപേക്ഷിക്കുക. ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ പാപം എന്റെ തമ്പുരാനോട് ഞാൻ അറിയിക്കുമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചപ്പോൾ തന്നെ അവിടുന്ന് എന്റെ പാപത്തിന്റെ ഭാഗത്തെ ക്ഷമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് ക്ഷമിക്കുന്ന കർത്താവാണ്. ഞാൻ ഓർപ്പിച്ചു, നിന്റെ നാമം കൊണ്ട് അത് കേൾക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ നാമം കൊണ്ട് നിന്റെ ബലഹീനത തമ്പുരാനോട് പറയുന്നത് അവിടുന്ന് ആഗ്രഹിക്കുന്നു. കണ്ണിനെ സൂക്ഷിക്കണം. സദൃശവാക്യം 10 അതിന്റെ 10-ാം വാക്യം. ഹല്ലേലൂയ. സദൃശവാക്യം 10 അതിന്റെ 10-ാമത്തെ വാക്യം എടുത്തു വായിക്കും. കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു. ഹല്ലേലൂയ. കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു. പ്രിയമുള്ളവരെ, ലളിതമായിട്ട് ഞാൻ വിശദീകരിക്കും. എവിടെ നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ ചെറുപ്പമുള്ള മക്കള്, യൗവന മക്കള്, കൗമാര മക്കള് ശ്രദ്ധിക്കണം. വഴിയിൽ നിന്ന് ചേട്ടനോ അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ ആണോ പെണ്ണോ കണ്ണുകൊണ്ട് നോക്കി നോട്ടം വെച്ച് അറിയാണ്ട് വല്ലാത്തൊരു അടുപ്പം സൃഷ്ടിച്ചെടുത്ത് പിന്നെ ആ ബന്ധം തുടർന്ന് പലയിടങ്ങളിൽ വെച്ച് കാണുന്നു, പലതും കൈമാറുന്നു, വാങ്ങിക്കൊടുക്കുന്നു, വാങ്ങിക്കുന്നു, കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. വീട്ടുകാരെ ബന്ധുക്കളെ വരപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. പിന്നെ അല്പകാലം ഇങ്ങനെ ഇഷ്ടമനുസരിച്ച് കറങ്ങി നടന്ന് ജീവിക്കുന്നു. ഒടുവിൽ ജീവിതത്തിൻ്റെതായ ശരിയായ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയമുള്ളവരെ, കടന്നു വരുന്നത് ദുഃഖമാണ്, ദുരന്തമാണ്, ജീവിതത്തിൽ കരുത്തിന്റെ അനുഭവങ്ങളാണ്. മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ ജീവിതങ്ങളിൽ, സമൂഹത്തിൽ ഒത്തിരി ഉദാഹരണങ്ങളിലുണ്ട്. വഴിയിൽ നിന്ന് ചേട്ടൻ കണ്ണുകടി കാണിക്കുന്നു, കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, പിന്നെ അത് അവൾക്ക് ഇഷ്ടപ്പെടുന്നു, അവരോട് സംസാരിക്കുന്നു, അവരുമായിട്ട് ബന്ധപ്പെടുന്നു, പിന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ പിതാവിനെ, മാതാവിനെ, സഹോദരങ്ങളെ ഉപേക്ഷിച്ച് ഇറങ്ങിച്ചെല്ലുന്നു. കുറച്ചു ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ട്രിപ്പ്, റൈഡ്, അത് ഇത് തോന്നിയതുപോലെ ആനന്ദം ജഡത്തിൽ കണ്ടെത്തുന്നു. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ജീവിതത്തിൻ്റെതായ
നീ ഒരു ദൈവമൈകളാണ്. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ജീവിക്കുക. അല്ലെങ്കിൽ മകളെ പറഞ്ഞ സാക്ഷ്യപൂർത്തി അദ്ദേഹത്തെ സ്തുതിക്കുകയാണ്. തമ്പുരാന് വേണ്ടി കൊടുക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. തമ്പുരാനെ മാനിക്കും, നിന്നെ അനുഗ്രഹിക്കും. അത്തരത്തിൽ ആഗ്രഹിക്കുക. യേശുവിന് വേണ്ടി ആഗ്രഹിക്കുക. അവിടെ പറയുന്നു വാലല്ല തലയാക്കും. ഹല്ലേലൂയ. ഈ തമ്പുരാന് വേണ്ടി ആഗ്രഹിക്കുന്ന ജഡത്തിലൂടെ ചിന്തിക്കാതെ, ഈ ലോകത്ത് നശിക്കുന്ന അനുഭവങ്ങൾ ചിന്തിക്കാതെന്ന് ലോകത്തിൽ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, ബന്ധങ്ങളാകട്ടെ, അപ്പനാകട്ടെ, അമ്മയാകട്ടെ, സമ്പത്താകട്ടെ, എല്ലാം ഇവിടെ വെട്ടിട്ട് പോകേണ്ടി വരും. ഇവിടെ വിട്ടിട്ട് പോകേണ്ടി വരും. കല്ലറ വരെ കല്ലറ കുഴി വരെ ഉണ്ടാകത്തുള്ളൂ. എന്തു നേടിയാലും അതിനപ്പുറം നീ നിൽക്കേണ്ടവരുണ്ട്. അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ ലോകത്തില് ദൈവം നീ മനുഷ്യരെന്ന നിലയ്ക്ക് നിന്റെ ശരീരത്തിന്റെ എല്ലാ വിറവിച്ചകളെയും ദൈവഹിത പ്രകാരം വിശുദ്ധിയോടെ അത് ദൈവം അനുവദിക്കുന്നുണ്ട്. അതിനാണ് ദൈവം വിശുദ്ധ കുടുംബജീവിതം വച്ചിരിക്കുന്നത്, ദാമ്പത്യ ജീവിതം വച്ചിരിക്കുന്നത്. അതിനപ്പുറം ആഗ്രഹിക്കരുത്, അതിനപ്പുറം ചിന്തിക്കരുത്. അശുദ്ധിയാണത്, പാപമാണത്. നിന്റെ പാപത്തിൽ കറയായി കടും ചുവപ്പായി നിന്നെ ബാധിച്ചിരിക്കുന്ന ശാപമാണത്. തലമുറയിലേക്ക് അത് ശാപമായി തീരും. തലമുറയിൽ അത് അകൃത്യമായി തീരും. ഉപേക്ഷിക്കുക. ദൈവത്തോട് പറ, കർത്താവേ അത് കഴുകിത്താണെന്ന് പറ. കാരണം അവിടുത്തെ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ആ രക്തം കൊണ്ട് കഴുകും. ഹല്ലേലൂയ. സദൃശവാക്യം 10:10 നമ്മൾ വായിച്ചതാണ്. കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു. പ്രിയമുള്ളവരെ, ശ്രദ്ധയോടെ ജീവിതം നയിക്കണം. സദൃശവാക്യം 23:6. സദൃശവാക്യം 23:6. കണ്ണു കടിയുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയും അരുത്. കണ്ണുകടി അറിയാമല്ലോ. കണ്ണുകടി എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഭയങ്കര കണ്ണിന് ചോദിച്ചിട്ട് പിന്നെ ആശുപത്രി പോകുന്നു, തുല്യമരുന്ന് വാങ്ങി ഒഴിക്കുന്നു, ശരിയാകുന്നു. ഇതാണോ കണ്ണുകടി? അത് രോഗം. പക്ഷെ ആത്മാവിനെ ബാധിക്കുന്ന ഒരു രോഗമുണ്ട്, കണ്ണുകടി. എന്ത് കണ്ടാലും കണ്ടാ പിന്നെ അതൊരു കണ്ണുകടി, പിന്നെ അസൂയയാകുന്നു, അല്ലേ? അസൂയയോടെ പിന്നെ നോക്കുന്നു. അങ്ങനെ ഉള്ളവന്റെ കൂടെ ഭക്ഷണം കഴിക്കരുത്. അങ്ങനെയുള്ളവന്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കരുത്. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു തിന്നു കുടിച്ചു കൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശരിയായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. നിന്നെ വിളിക്കും, ശരിക്കും തിന്നെന്നൊക്കെ പറയും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ കണ്ണുകടിയോടുകൂടെയാണ് എങ്കിൽ പോകരുത്. അവന്റെ ഹൃദയം നിനക്ക് അനുകൂലമല്ല. വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. 23:23 നീ സത്യം 23:26 മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, നമ്മൾ എങ്ങനെ ആകണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ എങ്ങനെ ആകണം? 23:26 മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. തമ്പുരാൻ പറയുകയാണ് സദൃശവാക്യങ്ങളിലൂടെ, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. തമ്പുരാന്റെ വഴി എന്താണ്? ഞാൻ തന്നെ വഴി, സത്യവും ജീവനുമാകുന്നു. ക്രിസ്തുവേശുവാകുന്നു കർത്താവ്. ആ കർത്താവാണ് വഴി, സത്യം, ജീവൻ. അവിടുന്ന് ആയിരിക്കണം നമ്മുടെ കണ്ണിന് ഇമ്പം. നോട്ടം എപ്പോഴും എന്തിലായിരിക്കണം? അല്ലെങ്കിൽ ക്രിസ്തുവിലേക്കായിരിക്കണം. അങ്ങനെയുള്ളവൻ വീണു പോകത്തില്ല, വീഴാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 4:13 വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 വാക്യം എടുത്തവർക്കൊന്ന് വായിക്കാം. ഞാൻ തന്നെ വായിക്കാം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്.
ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സത്യമറ്റകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ദൈവത്തിന്റെ വചനം. അവന് മറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ആ ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. ഞാൻ കാണുന്നത്, ഞാൻ ചെയ്യുന്നത്, ഞാൻ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് എന്റെ അപ്പൻ കാണുന്നില്ല, എന്റെ അമ്മ കാണുന്നില്ല, എന്റെ ഭാര്യ കാണുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് കാണുന്നില്ല, ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ രസം പിടിച്ച് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ യേശു കർത്താവ് നിങ്ങളെ കാണുന്നു എന്ന് പരിശുദ്ധ വചനം വ്യക്തമായിട്ട് പറയുന്നു. പറയുന്നത് എങ്ങനെയാണ്? സർവശക്തനായ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ആ ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. കണക്ക് പറയേണ്ടി വരും, കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു ന്യായവിധി ഉണ്ട്. മനുഷ്യൻ വിളിക്കുന്നത് പോലെയല്ല ദൈവം വിളിക്കുന്നത്. അവനവൻ ചെയ്ത പ്രവൃത്തി നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നിർത്തേണ്ട ഒരു സമയമുണ്ട്. ഓർത്തു ജീവിക്കണം, ഓർത്തു ജീവിക്കണം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ ഫലോകത്തിൽ നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുകയില്ല. തെറ്റ്, തെറ്റ്. വചനാടിസ്ഥാനത്തിൽ പൂർണ്ണമായും തെറ്റ്. കൊണ്ടുപോകുന്ന ഒന്നുണ്ട്, നിന്നെ പിന്തുടരുന്ന ഒന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, അതേ ഇന്നു മുതൽ കർത്താവിനെ പ്രാപിച്ചതെല്ലാവരും ഭാഗ്യവാന്മാരാണ്. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും. ഹല്ലേലൂയ. നീ ചെയ്തത്, നിന്റെ പ്രവൃത്തി ഒരു അണു പോലെ, ഒരു പൊടി പോലല്ലാതെ നിന്നെ പിന്തുടരും. ന്യായാസനത്തിന് മുന്നിൽ അതിനാൽ നീ വിധിക്കപ്പെടും. ഓർമ്മിച്ച് ജീവിച്ചോ, ഓർത്ത് ജീവിച്ചോ. ദൈവം സ്നേഹമുള്ളവനാണ്. എന്താണ്? കയ്യിലെടുത്ത് താലോലിക്കുന്നവനാണ്, കൊഞ്ചിക്കുന്നവനാണ്. അല്ലേ? സുന്ദരി വാവേ, സുന്ദരി, അല്ലെ, സുന്ദരൻ വാവേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ശരി തന്നെ. ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടെയാണ്. ഹല്ലേലൂയ. സൂര്യനേക്കാൾ തേജോമയനാണ്. രാവിലെ ഞാൻ പറഞ്ഞു, വെളിപാട് പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് മാറ്റി വച്ചിട്ട് തന്നെ രക്ഷിക്കണമെന്നവരാണ്. അത് സ്വീകരിച്ച് ന്യായാസനത്തിൽ ഇരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിന്റെ പ്രവർത്തിക്കപ്പെടുന്ന നിന്നെ വിധിക്കും. ചെയ്യുന്ന നല്ലതോ തീരോ നിന്റെ പ്രവർത്തിക്കപ്പെടുന്ന നിന്നെ വിധിക്കും, എന്നെ വിധിക്കും. ആ ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്, മനുഷ്യരോടല്ല, മനുഷ്യരോടല്ല. അതുകൊണ്ട് മനുഷ്യന് വേണമെന്നതിനെ ജീവിക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കുക, ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഏറ്റെടുക്കുക. കർത്താവിന്റെ കൃപയാൽ വചനത്തെ ഏറ്റെടുക്കുക. സങ്കീർത്തനം 17:2. സങ്കീർത്തനം 17:2 വേഗം വായിക്കും. പോയാ എനിക്കുള്ള വിധി നിന്റെ സന്നദ്ധയിൽ നിന്ന് പുറപ്പെടട്ടെ, നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവിന്റെ ന്യായത്തെ കേൾക്കണമേ, നിലവിലെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അതിനുള്ള പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി ദൈവമേ നിന്റെ അടുക്കൽ നിന്നാണ് പുറപ്പെടേണ്ടത്, മനുഷ്യരെന്നെ ഞാൻ വിധിക്കേണ്ടത്. കാരണം നിന്റെ കണ്ണ് നേർ കാണുന്നു. ഹല്ലേലൂയ. ദൈവം കാണുന്നു, ദൈവം കാണുന്നു. CCTV ഇരിക്കുന്നിടത്ത് ഒരു നേരത്തിലും നമ്മൾ വച്ച് കാണിക്കാറില്ല. കാണിക്കുമോ? നമ്മൾ ടിപ് ടോപ്പ് ആയിട്ട് നടക്കും. തീർച്ചയായിട്ടും മനസ്സിലാക്കുകയോ 24/7 എപ്പോഴും സർവശക്തനായ ദൈവം ഒരു ക്യാമറ കണ്ടുപോലെ നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ നടപ്പ്, നിന്റെ പ്രവൃത്തി, നിന്റെ കിടപ്പ്, നിന്റെ ഇരിപ്പ്, എല്ലാം എല്ലാം പുറമേയുള്ളതല്ല, അകമേയുള്ളതും കാണുന്നു. നിന്റെ ചിന്തകൾ എല്ലാം ആരറിയുന്നു? ഈ ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഭയത്തോടും വിറയലോടും അവനെ സേവിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ കാണുന്ന ഒരാള് നമ്മെ സദാ വീക്ഷിച്ച് നമ്മുടെ ജീവിതത്തെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരിടത്ത് നമ്മൾ തെറ്റ് ചെയ്യാനായിട്ട് നിൽക്കുമോ? സൂക്ഷ്മമായിട്ടായിരിക്കും ജീവിക്കുന്നത്,
സൂക്ഷ്മമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ സർവശക്തനായ ദൈവം കാണുന്നില്ല എന്ന് ചിന്തിച്ചിട്ട്, ആരും അറിയുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് മനുഷ്യൻ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. കർത്താവ് നേർ കാണുന്ന കണ്ണുള്ളവനാണ്. ഹല്ലേലൂയ. അവിടുന്ന് വിധിക്കുന്ന ദൈവമാണ്. അവിടുത്തെ സന്നിധിയിൽ നിന്നാണ് വിധി പുറപ്പെടുന്നത്. ആ ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അതുകൊണ്ട് കർത്താവ് പരസ്യ ശുശ്രൂഷ വേളയിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിന്റെ കണ്ണാണ് നിനക്ക് ഇടർച്ചയെങ്കിൽ അതിനെന്ത് ചെയ്യണം? ചൂഴ്ന്നെടുത്ത് കള. കണ്ണുള്ളവനായി നരകയാതനയിൽ തീ കിടക്കുന്നതിനേക്കാൾ കണ്ണില്ലാത്തവനായി ഒറ്റക്കണ്ണനായി നിത്യജീവനിലേക്ക്, അംഗവൈകല്യമുള്ളവനായി, അതായത് അവയവം നഷ്ടപ്പെട്ടവനായി ജീവനിലേക്ക് പോകുന്നത് നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തമായിട്ട് വചനത്തെ ഓർത്തുകൊള്ളുക, വ്യക്തമായിട്ട് വചനത്തെ ഓർത്തുകൊള്ളുക. കർത്താവിൽ വീണ്ടെടുപ്പുണ്ട്. ഇനി പറയാനുള്ളത് ഹൃദയം. സകല പാപത്തിന്റെയും ഇരിപ്പിടം. നീ നാവ് കൊണ്ട് പറഞ്ഞാലും, കണ്ണുകൊണ്ട് കണ്ടാലും, ചെവി കൊണ്ട് കേട്ടാലും, മൂക്കുകൊണ്ടോ എന്തുകൊണ്ടൊക്കെ ചെയ്താലും സകല പാപത്തിന്റെയും ഇരിപ്പിടം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഞാൻ വാതിൽ നിന്ന് വിട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് കർത്താവിനെ സ്വീകരിച്ചാൽ, പാപത്തെ കളഞ്ഞ് വിശുദ്ധ ഹൃദയത്തോടെ തമ്പുരാനെ സ്വീകരിച്ചാൽ, അവിടെ നാം അവിടുത്തോട് കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. ആ പ്രിവിലേജ്, ആ അംഗീകാരമാണ് നമ്മൾ പറയുന്നത്. കർത്താവിനോടൊപ്പമുള്ള അത്താഴം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തൊരു മന്ത്രിയോടൊപ്പം അല്ല, പ്രൈം മിനിസ്റ്ററിനോടൊപ്പം അല്ല, രാഷ്ട്രപതിയോടൊപ്പം അല്ല, പ്രസിഡന്റിനോട് അല്ല, ആരുടെ കൂടെ? സകലത്തെ സൃഷ്ടിച്ച സർവശക്തനായ തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കാമെന്ന്, ഒപ്പം ഇരിക്കാമെന്ന്. ആ അത്താഴം എന്താണെന്ന് അറിയാമോ? ആ ആത്മീയമല്ല എന്തെന്നറിയാമോ? പരിശുദ്ധ വചനം. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ ആ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, തിരുവചനത്തിനെ നീ ശ്രദ്ധയോടെ ശ്രമിച്ചാൽ, പഠിച്ചാൽ, ധ്യാനിച്ചാൽ നിനക്ക് ആത്മീയമല്ല ആവരിക്കുവാൻ കഴിയും. തമ്പുരാൻ വചനത്തിലൂടെ നിന്നോട് സംസാരിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്, ഷാജി, നീ അറിയാത്ത ഭക്ഷണം എനിക്ക് ഭക്ഷിക്കുവാനായിട്ടുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പറ, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ. വചനത്തിലൂടെ ജീവിക്കും. ബിരിയാണി കഴിച്ചല്ല ജീവിക്കേണ്ടത്. ബിരിയാണി കഴിച്ചല്ല, ചോറുന്നല്ല കഴിക്കണം. ശരീരത്തെ നോക്കണമെന്നല്ല. നിന്റെ ആത്മീക മനുഷ്യനെ, ആത്മാവിനെ കരുതി ജീവിക്കാൻ. വചനം കഴിച്ച് ജീവിക്കും. നിന്റെ ശരീരം പുഷ്ടിക്കുന്നതാക്കാൻ നീ വച്ചു പറക്കി കഴിക്കുന്നില്ലേ? മക്കൾക്ക് വിളമ്പുന്നില്ലേ? ഭർത്താവിന് വിളമ്പുന്നില്ലേ? മുടക്കം വരുത്തുന്നുണ്ടോ? പക്ഷെ നിന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്ക്. ചോദിച്ചു മുടങ്ങി എല്ലാം കൊടുക്കുന്നില്ല. വചനത്തെ ഉൾക്കൊള്ളും, വചനത്തെ ഏറ്റെടുക്കുക. ആത്മീക മനുഷ്യൻ വളരട്ടെ, അകത്ത മനുഷ്യൻ വളരട്ടെ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പുറമെയുള്ള ശരീരം എത്ര പ്രോട്ടീൻ കഴിച്ച്, എത്ര ജിമ്മിൽ പോയി അടിച്ചു പെരുക്കി നമ്മൾ വെച്ചാലും പുഴുവിന്, മണ്ണിന് ഏൽപ്പിക്കേണ്ടതാണ്. കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതേസമയം ഉള്ളിൽ അകത്തെ മനുഷ്യൻ ആത്മാവ് അത് നൽകിയ പ്രയോജനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമെന്ന് അതിനെ നശിപ്പിക്കാതെ, അതിനെ അഗ്നിക്ക് കൊടുക്കാതെ, അതിനെ ശുദ്ധിപ്പിക്കാതെ, അതിനെ പ്രയോജനപ്പെടുത്താൻ അകത്ത മനുഷ്യനെ വളർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് പറയുന്നു, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ ഹൃദയത്തെ കുറിച്ചുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞു നിർത്താം. നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്ന ഒന്നുമല്ല നിങ്ങളെ അശുദ്ധമാക്കുന്നത്, ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞ അകലത്തിലൂടെ പുറത്തു വരുന്നതാണ് നിങ്ങളെ അശുദ്ധമാക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന എല്ലാ ആഹാരവും നിങ്ങൾ അശുദ്ധമാക്കുന്നില്ല, അത് മറപ്പുരയിൽ പോയി അത് പുറത്തേക്ക് പോകും. ഡൈജഷൻ സംഭവിച്ച് അല്ലേ അതിന്റെ ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞ് ആവശ്യമുള്ളതൊക്കെ ശരീരം വലിച്ചെടുത്ത് വേണ്ടാത്തത് പുറത്തു പോകും. അതേസമയം നിന്റെ ഉള്ളിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു പോകുന്ന തിന്മ എവിടെ കൂടെ പുറത്തു വരും? അതരത്തിലൂടെ പുറത്തു വരും. മനസ്സിലായോ? ഇരിപ്പിടം എന്താണ്? തിന്മയുടെ നമ്മുടെ ഹൃദയങ്ങളാണ്. അവിടെ മുള്ളും പറക്കാരെയും പിടിച്ച് കർത്താവ് പറഞ്ഞ ഉൽപ്പത്തി പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നീ വിയർപ്പോടെ അധ്വാനിക്കേണ്ടി വരും, എങ്കിലേ നീ നന്മ കണ്ടെത്തും. നീ വിതയ്ക്കുമ്പോൾ നിനക്ക് മുളയ്ക്കുന്നത് മുള്ളും പറക്കാരെയായിരിക്കും.
കണ്ടോ, എത്ര ശ്രമിച്ചിട്ടും മാറാതെ പാപം മുള്ളായി പറക്കാരയായി ഹൃദയമാവുന്ന നിലത്ത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നെറ്റിയിലെ വിയർപ്പോടുകൂടെ, അതായത് പരിശ്രമത്തോടെ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് കഠിനമായി ശ്രമിച്ചുകൊണ്ട് നീ നിന്റെ ഹൃദയത്തിലെ മുള്ളും പറക്കാരയുമാകുന്ന പാപത്തെ വെട്ടിമെതിച്ച് ദൈവവചനത്തെ വിതയ്ക്കുവാനായിട്ട് ശ്രമിച്ചാലേ നന്മ കണ്ടെത്താൻ പറ്റുള്ളൂ എന്നാണ്. അല്ലാതെ നീ കൊണ്ട് വിതയ്ക്കുന്ന ഇടത്ത് നീ ഗോതമ്പ് വിതയ്ക്കുമ്പോൾ, നെല്ല് വിതയ്ക്കുമ്പോൾ നാളെ കാരമുള്ള പിടിച്ച് നിൽക്കുമെന്നല്ല. മനസ്സിലാക്കുക. ഹൃദയമാകുന്ന നിലത്ത് ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരവർ. ദൈവത്തെ കാണും. പ്രിയമുള്ളവരെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യേശുവപ്പാ, എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ, ഞാൻ നിന്നെ കാണട്ടെ. യേശുവപ്പാ, എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ, ഞാൻ നിന്നെ കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്ന ന്യായ പ്രമാണത്തെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് ഹൃദയത്തെ തുറക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്പുരാനോടുള്ള പ്രാർത്ഥന അതായിരിക്കണം. ഹൃദയത്തെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. പ്രിയമുള്ളവരെ, ഏത് പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ സർവശക്തനായ ദൈവം വില്ലിങ്ങാണ്. വന്ന് നോക്കിയിട്ട് അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ഇതെന്നെ കൊണ്ട് പറ്റും കേട്ടോ എന്ന് പറഞ്ഞ് അതിനെ ചെയ്തിട്ട് അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഏത് പാപിയായിരുന്നാലും എത്ര പാപം ചെയ്തവരായിരുന്നാലും ഹല്ലേലൂയ, കർത്താവ് വീണ്ടെടുക്കും. നിനക്ക് മനസ്സുണ്ടോ? ഏറ്റുപറയുവാൻ മനസ്സുണ്ടോ? ശുദ്ധമാക്കുവാൻ അവൻ തയ്യാർ. ഹല്ലേലൂയ. ഒരുത്തൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനോട് വന്ന് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. തമ്പുരാൻ പറഞ്ഞ്, എടാ എനിക്ക് ഇന്നലെയല്ല, എപ്പോഴേ ഞാൻ തയ്യാർ. ഹല്ലേലൂയ. എന്നേ ഞാൻ തയ്യാർ. നീ വന്ന് പറയാൻ കാത്തിരിക്കുകയായിരുന്നു. നീ എന്റെ അടുത്തൊന്ന് പറയാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. തമ്പുരാൻ നിന്നെ കാത്തിരിക്കുന്നു. പാപത്തിലേക്ക് എറിയപ്പെട്ടവൻ, ഇളയ പുത്രൻ, എല്ലാം വിറ്റുപുറക്കി ധൂർത്തനായി പോയവൻ, ഉണ്ടായിരുന്നവർക്ക് നശിപ്പിച്ചവൻ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് പാപം ചെയ്ത് പാപത്തിൽ പുറച്ചു മതിച്ച് ജീവിച്ചവൻ, എല്ലാം നഷ്ടപ്പെടുത്തി പന്നകളുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് തമ്പുരാനോട് പറയുകയാണ്, അപ്പനോട് പറയുകയാണ്, ഞാൻ അങ്ങയോടും സ്വർഗ്ഗത്തോടും പാപം ചെയ്തു പോയി, കൂലിക്കാരനാകട്ടെങ്കിലും എന്നെ കാണണമേ. പറയുന്നതാണ്, ഇടമക്കളെ, നീ പോയതിന്റെ അന്ന് തൊട്ടേ ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ തീറ്റ കൊടുത്ത് വളർത്തുന്ന ഒരു താഴെനിക്ക് നീ മടങ്ങി വരുമ്പോ ഞാൻ നടക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വിരുന്നതിലേക്ക് നിന്നെ സ്വീകരിക്കാൻ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നീ തെറ്റിപ്പോയ ആ നിമിഷം മുതൽ നിന്റെ മടങ്ങി വരവ് ആഗ്രഹിച്ച് നിനക്ക് വേണ്ടി ഒരു പഠിപ്പിച്ച നന്മ എന്തൊക്കെയോ നിന്നെ അടിച്ചതല്ല, കൊടുത്ത് വളർത്തി വെച്ചിരിക്കുന്ന ഒരു നന്മ നിനക്ക് വേണ്ടി വച്ചിരിക്കുക. നീ എപ്പോ മടങ്ങി വരും അപ്പോ തന്നെ. ഹല്ലേലൂയ. ഇതാണ് കർത്താവിന്റെ സ്വഭാവം, ഇതാണ് കർത്താവിന്റെ മനസ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കിയേ, തിരിച്ചറിഞ്ഞേ, തമ്പുരാനിലേക്ക് നമുക്ക് അടുത്ത് വരാം. പുറപ്പാട് പുസ്തകം 6 അതിന്റെ 6-ാമത്തെ വാക്യം, കർത്താവ് നമ്മെ വീണ്ടെടുക്കുന്നവനാണ്. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ട് മഹാഹിഷാബുകൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന മിസ്രയീമിന്റെ അടിമത്തം നമ്മുടെ ജീവിതമായി ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ കർത്താവ് തയ്യാർ. ഹല്ലേലൂയ. മനസ്സിലാക്കിക്കോ, ഏത് മധ്യമായി ആയിക്കോട്ടെ, എത്ര കണ്ട് ജീവിതത്തിൽ നിന്ന് പല തരത്തിലുള്ള ദോഷങ്ങളിലേക്ക്, ഒന്നും പൊളിച്ചു പറയുന്നില്ല, ചിന്തിച്ചോ, കേൾക്കുന്നവൻ ചിന്തിച്ചോ, പല തരത്തിലുള്ള ദോഷങ്ങളിലേക്ക്, പാപങ്ങളിലേക്ക് വീണ് പോയവനോ ആയിക്കോട്ടെ, കർത്താവ് നിന്നെ വീണ്ടെടുക്കുവാൻ തയ്യാറാണ്, നിന്നെ രക്ഷിക്കുവാൻ തയ്യാറാണ്. ആ തമ്പുരാനോട് നീ ഏറ്റുപറയുക മാത്രമാണ് ആവശ്യം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 19:25 വാക്യം. ഇയ്യോബ് 19:25 വാക്യം. ഹല്ലേലൂയ. എടുത്തു നോക്കി വായിച്ചേ. ഒരു സെക്കൻഡ്.
19:25 ഓർമ്മ വായിക്കൂ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അടുത്ത യോബ് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എന്റെ തൊക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദൈവസഹിതനായി എന്റെ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ഞാൻ ഈ ഭൂമിയിൽ നശിച്ചാലും തമ്പുരാനെ കാണും. വീണ്ടെടുപ്പുകാരനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയുടെ നൈമിഷിക ജീവിതമല്ല, നിത്യതയുടെ സന്തോഷം നിനക്ക് നൽകുന്ന തമ്പുരാൻ ഉണ്ട്. സങ്കീർത്തനം 130:8. സങ്കീർത്തനം 130:8. അവൻ ഇസ്രായേലിനെ അവന്റെ അകത്യങ്ങളിൽ നിന്നൊക്കെ വീണ്ടെടുക്കും. ഹല്ലേലൂയ. അർത്ഥം എന്താണെന്ന് അറിയാമോ? ആരാണ് ഇസ്രായേൽ? ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ മക്കൾ. നമ്മൾ ആരാണ്? നമ്മൾ ആരാണ്? അതെ, അത് തന്നെ, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ ജനം. ഹല്ലേലൂയ. ആ ദൈവമക്കളാകുന്ന നമ്മളെ എന്തിൽ നിന്ന് വീണ്ടെടുക്കും? അകത്യങ്ങളിൽ നിന്നൊക്കെ തമ്പുരാൻ വീണ്ടെടുക്കും. ഹല്ലേലൂയ. നീ പാപം ചുമന്ന് ജീവിക്കേണ്ടവനല്ല, ജീവിക്കേണ്ടവനല്ല. ഏറ്റുപറയുവാനും ഇറക്കി വയ്ക്കുവാനും ഒരിടമുണ്ട്. അത് ക്രിസ്തുവത്രേ, ക്രിസ്തുവിന്റെ അടുത്തത്രേ. വല്ലടൊക്കെ ഓടി നടക്കരുത്. അവിടെ എവിടെ പോയി മുങ്ങിയാലോ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അടുത്ത് വരുമ്പോ വിശ്വസിക്കരുത്. നീ മുങ്ങിയിട്ട് കാര്യമില്ല. ക്രൂശിലെ കള്ളൻ അങ്ങനെ ചെയ്തിട്ടാണോ പർദീസായില് പോയി? നിന്റെ ഹൃദയത്തെയാണ് തമ്പുരാൻ കാണുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് പുറമേയുള്ള അടയാളം, പ്രതീകങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഏറ്റുപറയാണ്, പ്രതീകാത്മകമായി അത് ചെയ്തുകൊണ്ട് ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് നിർബന്ധിച്ച അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് നിങ്ങൾ വിളിക്കുന്നത് വശീകരണമാണ്. ചിന്തിച്ചോളൂ. അത് ഇസ്രായേലാണ്, വശീകരിക്കുകയാണ്, കൊണ്ടുപോവുകയാണ്. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഒരുത്തരം മതത്തിൽ ചേർക്കുവാനായിട്ട് ഈ ഭൂമി എല്ലാം ഓടി നടക്കും. എന്നിട്ട് നിങ്ങളെക്കാൾ അകം പതിച്ച ജീവിതത്തിലേക്ക് അവരാണുങ്ങളെ കർത്താവ് പറയാണ്, പരീക്ഷന്മാരെ ശാസ്ത്രന്മാരെ നോക്കിയിട്ട് അങ്ങനെയുള്ള പ്രവൃത്തിക്ക് വീട് കൊടുക്കരുത്. നിർബന്ധങ്ങൾ വയ്ക്കുന്ന നിർബന്ധങ്ങൾ നിങ്ങൾ വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. നമുക്ക് കാര്യമുള്ളത് പുരോഹിതനോടല്ല, പാസ്റ്ററോടല്ല, പ്രാർത്ഥനക്കാരോടല്ല, ദൈവമായിട്ടാണ്. ദൈവത്തോട് ചോദിക്കുക, തിരിച്ചറിയുക. തമ്പുരാനാണ് നിന്റെ അകത്തേകളിൽ നിന്ന് വീണ്ടെടുക്കുന്നത്. ഒരു പുരോഹിതനുമല്ല, ഒരു പാസ്റ്ററുമല്ല, ഒരു ശുശ്രൂഷനുമല്ല, ഒരു പട്ടക്കാരനുമല്ല. അവർക്ക് ചെയ്യാവുന്ന കാര്യം നിനക്ക് വേണ്ടി തമ്പുരാനോട് ഇടിവിൽ നിൽക്കാം. വാൾ വരുന്നവരുടെ ദേശത്തോട് വിളിച്ചു പറയാം. ഒരുമിച്ച് കൂട്ടി ഇതുപോലെ തമ്പുരാനോട് നിലവിളിക്കാം. അത്രേ പറ്റുള്ളൂ. അതിനപ്പുറം നിന്നെ രക്ഷയിലേക്ക് നയിക്കുന്നത് ദൈവത്തിന്റെ നീതിയെ ഭുജമത്രേ, മനുഷ്യന്റെ കരമല്ല. അതുകൊണ്ട് ആരും മുന്നിൽ പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ ചിന്തിച്ചു കൊള്ളണം, അപ്പാ നീയാണ് എന്റെ മേൽ കരം വയ്ക്കേണ്ടത്. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അപ്പാ ഞാനല്ല, നീയാണ് ആ വ്യക്തിയുടെ മേൽ കരം വയ്ക്കേണ്ടത്. പ്രാർത്ഥിച്ചോളൂ. തമ്പുരാൻ പ്രവർത്തിക്കണം. കാരണം തമ്പുരാനാണ് വീണ്ടെടുക്കുന്നത്. യെശയ്യാവ് 43:1. യെശയ്യാവ് 43:1. ഇപ്പോൾ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഭയപ്പെടരുതേ. അയ്യോ, ഞാൻ പാപിയായി പോയി, എനിക്കിനി ഒരു മടങ്ങുവരവില്ല, എനിക്കിനി ഒരു രക്ഷയില്ല, ഞാൻ പാപം കൊണ്ട് ബന്ധിക്കപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയെ കർത്താവ് പറയുന്നു, നീ എങ്ങനെ ഭാരപ്പെടരുതേ, നീ എങ്ങനെ ഭയപ്പെടരുതേ, രക്ഷ നിനക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞ് നീ ഭയപ്പെടരുതേ. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. മദ്യപിച്ച് രക്തമിട്ട് നടക്കുന്ന വ്യക്തി ജീവിതമേ, നിനക്കതിൽ നിന്ന് തിരിച്ചു വരുവാൻ കഴിയാതെ നീ ഭാരപ്പെടുന്നുണ്ടോ? നിന്റെ ജീവിതത്തിലാണ് അഡിക്ഷനായി നീ വീണ്ടും അതിന്റെ പിന്നാലെ പോകുന്നു. പക്ഷെ മനസ്സുകൊണ്ട് അയ്യോ എനിക്ക് ഇത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? യേശു കർത്താവ് ഇങ്ങനെ അരുളിച്ചെയ്യുന്നു: നീ ഭയപ്പെടരുതേ, നീ സങ്കടപ്പെടരുതേ, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. യേശു കർത്താവ് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. വചനം പറയുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി
നീ സങ്കടപ്പെടരുത്, നീ ഭാരപ്പെടരുത്, നീ ഭയപ്പെടരുത്. യേശു കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുമടങ്ങിയിട്ട് ചോദിക്കപ്പാ, ഈ പ്രവൃത്തിയിൽ നിന്നൊരു മോചനം, വീണ്ടെടുപ്പ് താഴ്ന്നു. എന്ത് പ്രവൃത്തിയായിക്കോട്ടെ, എന്ത് ദോഷമായിക്കോട്ടെ, എന്ത് വഴിവിട്ട ജീവിതമായിക്കോട്ടെ, തമ്പുരാന്റെ മുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർവിട്ടൊന്ന് വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. അടുത്ത വാക്യം അനുഗ്രഹവാക്യമാണ്. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മേലെ കവികയില്ല, തീയിൽ കൂടി നിന്ന് വെല്ലുവിളിയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. നിന്റെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവ എന്നത് നിന്റെ രക്ഷകൻ, നിന്റെ പ്രഭുവിനെയായി ഞാൻ നിന്നെ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സഭയെയും കൊടുത്തിരിക്കുന്നു. നീ നശിക്കേണ്ട ഇടത്ത് ദൈവം മറ്റ് പലതും കൊടുത്ത് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മറുപടിയായി കൊടുക്കപ്പെട്ടവൻ, ഒരേ ഒരു പഴമയാഗമായി ഒരു കുഞ്ഞാടിനെ പോലെ അറുക്കപ്പെട്ടവൻ, ചോര ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്തവൻ, തന്റെ ചോര കൊണ്ട് നമ്മെ വിലക്ക് വാങ്ങിയവൻ. ഹല്ലേലൂയ. ആദിയും അന്തവും ആയവൻ, ആദ്യനും അന്ത്യനുമായവൻ, എന്നേക്കുമിരിക്കുന്നവൻ, ആൽഫയും ഓമേഗയുമായ കർത്താവ്, സൂര്യനേക്കാൾ തേജസ്സുള്ളവൻ. ഹല്ലേലൂയ. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. റോമർക്കെഴുതിയ ലേഖനം 3:24. റോമർക്കെഴുതിയ ലേഖനം 3:24. വീണ്ടെടുപ്പിന്റെ അനുഭവം നിനക്ക് എങ്ങനെ ലഭിക്കുന്നു? പൈസ കൊടുക്കണോ, വല്ലോ മറ്റെന്തെങ്കിലും കൊടുക്കണമോ? എന്താണ് നീ ചെയ്യേണ്ടത്? കർത്താവിന്റെ വചനം പറയുന്നു, റോമർ 3:24. ഒരു വ്യത്യാസവുമില്ല. 23 ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഈ പ്രസംഗിക്കുന്ന കേൾക്കുന്ന നിങ്ങൾ ശബ്ദപരിചയായിരിക്കുന്ന നമ്മൾ എല്ലാവരും ലോകത്തിലുള്ള സകല മാനവരാശിയും, മരിച്ചവരും ജനിച്ചവരും ജനിക്കാനിരിക്കുന്നവരും എല്ലാവരും ഒരുപോലെ ജനിച്ചിട്ടുണ്ടോ? പാപികളാണ്. 24 അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം. നീ വില കൊടുക്കണ്ട കേട്ടാ. നീ ഒരു കൂട്ടി വച്ചിരിക്കുന്ന സമ്പത്ത് കൊണ്ട് കർത്താവിന്റെ അടുക്കൽ കൊടുത്തിട്ട് എന്നെ ശുദ്ധീകരിക്കുന്ന കൊണ്ട് ദൈവത്തിന്റെ കാൽക്കീഴ വെച്ചിട്ട് ഇതെടുത്തിട്ട് എന്നെ ശുദ്ധീകരിക്കുന്ന പറയേണ്ട ആവശ്യമില്ല. നീ നിന്നെ തന്നെ ദൈവത്തെ വിധേയപ്പെടുത്ത്. സൗജന്യമായി ഫ്രീ ആയിട്ട് നിന്നെ ശുദ്ധീകരിക്കുക, വീണ്ടെടുക്കുക. ഹല്ലേലൂയ. ലുലുമാളിൽ ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഇടിച്ചു വീഴും തന്നെ. അടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൽ 50% ഓഫ് ഫ്രീ, നമ്മൾ ഇടിച്ചു വീഴും അല്ല. എന്ത് തിരക്കായിരിക്കും. റേഷൻ കടയിൽ സൗജന്യമായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടികളൊക്കെ എടുത്തുകൊണ്ട് ക്യൂ കിടന്ന് കട്ടിലോട്ട് അവിടെ കിടന്ന് വാങ്ങിയാൻ വേണ്ടി കിടക്കും. കർത്താവ് പറയുന്നു, നിനക്ക് അശുദ്ധിയിൽ നിന്നുള്ള വിശുദ്ധീകരണം, നീതീകരണം ഞാൻ സൗജന്യമായിട്ടാണ് തരുന്നത്. ഒരുത്തനും വേണ്ട. എത്ര കേട്ടാലും എത്ര പഠിച്ചാലും വീണ്ടും പാപത്തെ ഗ്ലാസ്സിലെടുത്ത് കുടിക്കുന്ന പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, മാറ്റം വേണം. ദൈവത്തോട് ചോദിക്കും. തമ്പുരാൻ സൗജന്യമായിട്ട് തരാനാണ് പറയുന്നത്. സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് വാങ്ങും. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. എന്നാൽ അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം, ദൈവത്തിന്റെ കൃപയാൽ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്, നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കാൽവരിയിലെ ക്രൂശ്. ഹല്ലേലൂയ. കാൽവരിയിലെ പരസ്യമായി എല്ലാവരും കാണും. എന്റെ പൊന്നോമന പുത്രനെ നിങ്ങളുടെ പാപത്തിന് വേണ്ടി തന്നിട്ട് അവനിൽ വിശ്വസിക്കുന്നവർ നേടും. അവന്റെ രക്തം മൂലം രക്ഷപ്പെടണം. അവന്റെ രക്തം മൂലം നിങ്ങളുടെ പാപത്തിന്റെ പ്രായശ്ചിത്തം. നീ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നടക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? പ്രായശ്ചിത്തം കഴിക്കാനായിട്ട് മല കയറി ഇറങ്ങുകയാണ്. പ്രായശ്ചിത്തം കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടയിലിടുകയാണ്. പുരുഷരെ സന്ദർശിക്കുകയാണ്. വഴുതി കത്തിക്കുകയാണ്. വേണ്ടാന്ന് കാൽവരി ക്രൂശിൽ പരസ്യമായി ഒരുവനെ നിർത്തിയിട്ടുണ്ട്. തന്റെ ഏകജാതനായ പൊന്നോമന പുത്രനെ അവനെ വിശ്വസിക്കുന്നവരൊക്കെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ഓരോ നൽകുവാൻ തന്നുകൊണ്ട് എന്നെ
നമ്മെ വീണ്ടെടുക്കുന്നത്, നീതീകരിക്കുന്നത്. എഫേസ്യരുടെ ലേഖനം 1:7 ഹല്ലേലൂയ. എഫേസ്യർ 1:7 എടുത്തോ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളുടെ കടന്നുവരവൊക്കെ ഞാൻ നമ്മൾ പഠിച്ചതാണ്, മനസ്സിലാവുണ്ടോ? അങ്ങനെ നമ്മിൽ കടന്നുകൂടിയ അതിക്രമങ്ങൾ, പാപം, അത് യേശുവിന്റെ രക്തത്തിലൂടെ എന്തുണ്ട്? വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധിക്കായി കടന്നു വരേണ്ടത് കർത്താവിന്റെ അടുക്കലാണ്. ദൈവാലയം നോക്കിയല്ല, പുരോഹിതനെ നോക്കിയല്ല, ശുശ്രൂഷകനെ നോക്കിയല്ല, പാസ്റ്ററെ നോക്കിയല്ല. മനസ്സിലാക്കിക്കോ, തമ്പുരാന്റെ അടുക്കൽ അവിടുത്തെ രക്തത്താലാണ് നിനക്ക് വിശുദ്ധീകരണവും വീണ്ടെടുപ്പും. ഹല്ലേലൂയ. കൊലോസ്യർ 1:14. കൊലോസ്യർ വേഗം എടുത്ത് വായിക്കും. കൊലോസ്യർ 1:14 കിട്ടിയില്ല. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ആരിൽ? യേശുവിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ആരാധനയിൽ അനുതാപ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കഴിയുന്നത് ദയവ് ചെയ്ത് ഞാൻ വിനയത്തോടെ പറയുകയാണ്, അതിനെ നിങ്ങൾ മുടക്കരുത്. കഴിയുന്നത് നിങ്ങൾ 8 മണിക്ക് കൃത്യമായ ആലയത്തിൽ വരണം. തമ്പുരാനെ സ്തുതിക്കുന്ന ആ സ്തുതിയിൽ പങ്കുചേരണം. അനുതാപത്തോടെ പാപം ഏറ്റു പറയുന്നതിൽ നിങ്ങൾ പങ്കുചേരണം. ദൈവം നൽകിയ നന്മകൾക്ക് ശേഷം സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, തിരുവചനം വായിച്ച് കേട്ട് മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞതിന് ശേഷം പരിശുദ്ധ വചനം കേൾക്കുന്നത് അതിന്റെ ചിട്ടയാണ്, ക്രമമാണ്. കാരണം അവിടുത്തെ സന്നദ്ധയാണ് നമുക്ക് എന്താണ് ഉള്ളത്? വീണ്ടെടുപ്പ് ഉള്ളത്. തീത്തോസിന്റെ ലേഖനം 2:14. എന്തിനാണ് വീണ്ടെടുപ്പ്? ചുമ്മാ അല്ല വീണ്ടെടുപ്പ്. 2 വാക്യം കൂടെ പറഞ്ഞാൽ നിർത്തും കേട്ടോ. 3 വാക്യം കൂടെ പറഞ്ഞാൽ നിർത്തും. എന്തിനാണ് വീണ്ടെടുപ്പ്? അല്ലേ? പാപത്തിനായി നമ്മൾ ആ പാപത്തിൽ നിന്നൊരു വീണ്ടെടുപ്പുണ്ട്. അതെന്തിനു വേണ്ടി? ഹല്ലേലൂയ. തീത്തോസ് 2:14. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വീണ്ടെടുപ്പ്? അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഹല്ലേലൂയ. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി നാം തീരേണ്ടതിനാണ് കർത്താവ് നമ്മെ വീണ്ടെടുക്കുന്നത്. ഹല്ലേലൂയ. നല്ല പ്രവൃത്തി. എന്താണ് നല്ല പ്രവൃത്തി? കർത്താവ് പറയുന്നു, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് നല്ല പ്രവൃത്തി. ഹല്ലേലൂയ. മനസ്സിലാക്കിക്കോ, തമ്പുരാന്റെ